ആത്മാവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ബെർലിയിൽ നിന്ന് എങ്ങനെയാണോ വീഞ്ഞ് വാറ്റിയെടുക്കുന്നത് ഇതേപോലെ ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് ആ ശരീരത്തിൽ നിന്ന് വാറ്റിയെടുക്കപ്പെടുന്ന ഒരു സത്തയാണ് ആത്മാവ് എന്നുള്ളത്. ഇത് മനുഷ്യന്റെ ശരീരമാസകലം നിലകൊള്ളുന്ന ഒരു തേജസ്സാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത്. എപ്രകാരം ഒരു മനുഷ്യന്റെ തലയിലൂടെ വെണ്ണ താഴത്തേക്ക് ഒഴിച്ചാൽ ഒഴുകി അവന്റെ ശരീരമാസകലം അത് പിടിക്കുന്നത് പോലെ മനുഷ്യന്റെ ശരീരം ആസകലം ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു സത്തയെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. ഈ ആത്മാവ് പുറത്തുനിന്ന് എവിടെന്നെങ്കിലും വന്നു ചേരുന്നതോ പിന്നീട് അതിലേക്ക് ഇടപെടുന്നതോ അല്ല.